ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കോഴിക്കോട് വില്ലങ്ങാട്ടെ ദുരന്തബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധമിരമ്പി. വില്ലേജ് ഓഫീസ് ധർണയിലും പ്രതിഷേധ സംഗമത്തിലും വിലങ്ങാടുകാർ മുഴുവൻ പങ്കെടുത്തു. സമരം നടക്കുന്ന സമയത്ത് വ്യാപാരികൾ കടകളടച്ച് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേയായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സമാധാനപരമായി നടന്ന ധർണ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. വിലങ്ങാടും പരിസര പ്രദേശങ്ങളിലുമായി ചെറുതും വലുതുമായ 100ഓളം ഉരുളുകളാണ് പൊട്ടിയത്. ഇവിടം താമസയോഗ്യമല്ലെന്ന് അധികൃതർ വിലയിരുത്തിയെങ്കിലും ദുരന്തം നടന്ന് 4 മാസം പിന്നിടുമ്പോഴും സർക്കാർ സഹായം മാത്രം ലഭ്യമായിട്ടില്ല. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം വിലങ്ങാട് സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നും പലർക്കും ജോലിയില്ല. വീടുകൾക്ക് വാടക കൊടുക്കാൻ സർക്കാർ നൽകുമെന്ന് പറഞ്ഞ ധനസഹായം 1 മാസം മാത്രമാണ് നൽകിയത്. കുടിവെള്ള സ്രോതസ്സുകൾ തകർന്നത് നേരെയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. തകർന്ന റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല. കൃഷിഭൂമിക്കും വിളകൾക്കും കണക്കാക്കിയ നഷ്ടപരിഹാരവും വിലങ്ങാടുകാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഇവിടെ ഏറ്റവും അവസാനം മന്ത്രി ചീഫ് സെക്രട്ടറി ഇവിടെ വരികയും ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും അവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർക്ക് സാധിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവിടേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇവിടെ പരിഹരിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. ഇനി ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ജില്ലാ കളക്ട്രേറ്റിലേക്ക് തന്നെ ഞങ്ങൾ സമരമായിട്ട് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും അടിസ്ഥാന ഓഫീസായിട്ടുള്ള വില്ലേജ് ഓഫീസിൽ വെച്ച് നമ്മളിവിടെ സമരം നടത്തുക. ഇനി ഇവിടെയും നമ്മൾ സാധിച്ചിട്ടില്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ ഭരണ കേന്ദ്രത്തിലേക്ക് നമുക്ക് സമരമായിട്ട് നീങ്ങേണ്ടി വരും. വിലങ്ങാട് സെന്റ് ജോർജ് ഫെറോന ചർച്ചിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് ഫാദർ വിൽസൺ മട്ടത്തുങ്ങുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിലങ്ങാട് അങ്ങാടിയിൽ ധർണയും നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.